ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എഗ് ബൈ റിൻ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബോ ഹെയർ ക്ലിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബിഗിനേഴ്സിന് പോലും ഏറ്റവും ഈസിയായി ഫോളോ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇത്. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 67 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. അടുത്തതായി 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ തൊട്ടടുത്തുള്ള 9 ചെയിനിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അടുത്തതായി തൊട്ടടുത്തുള്ള 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ തൊട്ടടുത്തുള്ള 15 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇനി അടുത്ത 5 ചെയിനിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടും പിന്നെ ഒരു കർവായിട്ടും, അടുത്തതായി വീണ്ടും അടുത്ത 15 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. വീണ്ടും തൊട്ടടുത്തുള്ള 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്താൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവും. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടി ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഫ്രണ്ട് ലൂപ്പിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് ലൂപ്പായിട്ട് വരുന്നത്. ആ ഒരു ഫ്രണ്ട് ലൂപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തതുപോലെ സെക്കൻഡ് റൗണ്ടിൽ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിട്ട് ഫസ്റ്റ് 10 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. വീണ്ടും തൊട്ടടുത്തുള്ള 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ഇനി തൊട്ടടുത്തുള്ള 15 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ചെയ്യുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രമായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യയും, അത് കഴിഞ്ഞിട്ടുള്ള 15 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യയും വീതം ചെയ്തെടുക്കണം. ഇനി തൊട്ടടുത്തുള്ള 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യയും, അത് കഴിഞ്ഞിട്ടുള്ള 10 ചെയിനിൽ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യയും വീതം ചെയ്തെടുത്താൽ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകും. തേർഡ് റൗണ്ടിൽ ചെയിൻ 2 ചെയ്ത് ടേൺ ചെയ്യുക. നേരത്തെ നമ്മൾ ഫ്രണ്ട് ലൂപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത്. തേർഡ് റൗണ്ടിൽ വർക്ക് ചെയ്യേണ്ടത് ബാക്ക് ലൂപ്പിലാണ്. ബാക്ക് ലൂപ്പിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ബാക്കിയുള്ള 9 ചെയിനിലും അതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക.
ഇനി അടുത്ത 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ചെയിനുകളിലെല്ലാം സെക്കൻഡ് റോയിൽ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. നമ്മുടെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്ത് യാണൊന്ന് ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അധികമായി വരുന്ന യാൺ നമ്മുടെ നീഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്ത ഭാഗത്തേക്ക് തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ബോയുടെ ഒരു ഷേപ്പിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള 3 ഭാഗങ്ങളും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരുമിച്ച് ചേർത്ത് വെക്കണം. ഇനി ആ ഒരു ഭാഗത്തെ നമ്മുടെ യാൺ വെച്ചിട്ടൊന്ന് ചുറ്റിക്കൊടുത്ത് ടൈറ്റായിട്ട് ബാക്കിലേക്കൊന്ന് കെട്ടിവെക്കുകയാണ് വേണ്ടത്. നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോയിൽ ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാനാണുള്ളത്. അതിനു വേണ്ടി ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോയുടെ പിറകുവശത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബോ ഹെയർ ക്ലിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.